എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. അല്ല ഡോക്ടറെ, പാല് കിട്ടാൻ എന്താ ചെയ്യണ്ടേ? മെൽമേ ചെന്ന് വാങ്ങിയാ മതി. അതല്ല, എന്റെ പശുവിന്റെ പാല് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നാ ചോദിച്ചത്. എടോ, നിങ്ങളിങ്ങനെ ഒരു മണ്ടനായിപ്പോയല്ലോ. പാല് കിട്ടാൻ ഒന്നും ചെയ്യണ്ട, പശുവിനെ കറന്നാ പാല് കിട്ടും. ഓരോ കുരുട്ട് ചോദ്യമായിട്ട് നമ്മളടുത്തേക്ക് വന്നിട്ട്. ചെല്ല്. ഹലോ, മൃഗ സ്പീക്കിംഗ്. അല്ല, മൃഗ ഡോക്ടർ സ്പീക്കിംഗ്. ഹലോ ഡോക്ടറെ, എന്റെ പശു ഇടയ്ക്കിടയ്ക്ക് പാല് പൊക്കുന്നു, എന്താ കാരണം? എടോ, പശുവിന് അതിന്റേതായ കാരണങ്ങളുണ്ടാവും. അതിനൊക്കെ തന്നോട് സമ്മതം ചോദിക്കാൻ പറ്റുമോ? പല കാരണങ്ങൾ കൊണ്ടും പശു പാല് വെക്കും. ചാണകിടാനും മൂത്രമൊഴിക്കാനും ഒക്കെ പശു പാല് വന്നിക്കും. പക്ഷെ ചാണകം ഇടുന്നില്ല, മൂത്രം ഒഴിക്കുന്നില്ല. അത് ശരി. അങ്ങനാണെങ്കിൽ വയറിളകാനുള്ള മരുന്ന് കൊടുത്താ പോരെ? അതൊക്കെ ചെയ്ത് ഡോക്ടറെ, പക്ഷെ യാതൊരു ഫലവും ഇല്ല. ഓഹോ, അപ്പൊ അത് വലിയ പ്രശ്നമാണല്ലോ. ആട്ടെ, ഈ ആഴ്ച ഈ പശുവിന് കഴിക്കാൻ എന്താണ് കൊടുത്തത്? ഒന്നും കൊടുത്തില്ല ഡോക്ടറെ. പശുവിന് തിന്നാനും കുടിക്കാനും കൊടുക്കാണ്ട് എങ്ങനാണ്ടോ ചാണകവും മൂത്രം ഉണ്ടാണത്. അതിനെന്തെങ്കിലും തിന്നാൻ കൊടുക്കണോ? കൈതേ വെക്കടാ പോണ്. ഓരോരുത്തരുമാരും വിളിക്കാൻ കണ്ട നേരം പശുവിന് മൂത്രമല്ല ചാണകമല്ല എന്നൊക്കെ പറഞ്ഞു കണ്ട്. ഡോക്ടറെ രക്ഷിക്കണം, അച്ഛന് തീരെ സുഖമില്ല. അത് ഞമ്മളെന്ത് വേണം? ഒന്ന് പരിശോധിക്കണം. ഏതോ ഞമ്മള് മനുഷ്യ ഡോക്ടറല്ല, മൃഗ ഡോക്ടറാണ്. മൃഗ ഡോക്ടർ. അത് കുഴപ്പമില്ല, എന്തായാലും ഡോക്ടർ തന്നെയാണല്ലോ. പ്ലീസ് ഒന്ന് നോക്കണം. എനിക്ക് തീരെ സമയമില്ല. സിനിമയ്ക്ക് പോകാൻ വൈഫും കുട്ടികളും റെഡിയായി കാത്തു നിൽക്ക. ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. പ്ലീസ് ഒന്ന് നോക്കൂ. വല്ലാത്തൊരു മോൻ തന്നെ മോനെ ജി, സമ്മതിച്ചെന്ന. അല്പം പ്രശ്നമാണ്. ഈ ഗുളി 5 നേരം കൊടുത്താ മതി. ഇത്രയും വലിയ ഗുളികയോ? ഇതെങ്ങനെ കൊടുക്കും? ഇതൊരു കാര്യം ചെയ്യ്, വൈക്കോലിനുണ്ടയിലാക്കി അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കി. അത് കഴിഞ്ഞിട്ട് 1 കിലോ പിണ്ണാക്ക് വലിയൊരു ബക്കറ്റ് കലക്കിയിട്ട് മോന്താൻ കൊടുക്ക്. പോരെ നമുക്ക്.